അപകടത്തിലായാലും പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കണം. പണ്ട് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പഞ്ചായത്ത് ആഫീസ് തന്നെ പൊളിച്ചു പണി. ഈ പൊളിച്ചു പണിയുടെ പിന്നിലെ ഭ്രാന്തൻ ബുദ്ധി ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യയുടേതാണെന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ പാട്ടാ. ഈ സഭയിലില്ലാത്ത മണ്ടോദരിയമ്മയുടെ പേര് ഈ ചർച്ചയിൽ വലിച്ചഴിക്കേണ്ട ആവശ്യമില്ല. പാലവും ഈ സഭയിലില്ലല്ലോ. പ്യാലും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഈ യോഗം കഴിഞ്ഞിട്ട് അഷ്ടോക്കർ പണിക്കർക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു സ്വേച്ഛാധിപതിയെ പോലാണ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ പെരുമാറിയത്. പ്രതിപക്ഷത്തോട് പോട്ടെ, സ്വന്തം മുന്നണിയിൽപ്പെട്ട അംഗങ്ങളോട് പോലും ആലോചിക്കാനുള്ള സാമാന്യ മര്യാദ കാണിച്ചില്ല. ഞങ്ങളോടൊക്കെ ആലോചിച്ചിട്ട് തന്നെയാ എന്ന് പറഞ്ഞ മെമ്പർ റാഹേലോടും ഭർത്താവിനോടും ആയിരിക്കും. സഭയിലില്ലാത്ത എന്റെ ഭർത്താവിനെ കുറിച്ച് സംസാരിക്കരുത്. ഞാനിവിടെ ഉണ്ട്. അവിടെ നിന്നാ മതി. പ്രതിപക്ഷ നേതാവ് വസ്തുതകൾ വളച്ചൊടിക്കുകയാണ്. പാലം അപകടത്തിലാണെന്ന് പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അദ്ദേഹം വന്ന് പരിശോധിച്ച് തീരുമാനിച്ചിട്ടുള്ളതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മദ്യത്തിൽ കുളിപ്പിച്ച് പാലത്തെ കൊണ്ടുവന്ന കഥ ഇവിടെ അങ്ങാടി പാട്ടാണ്. അയാളുടെ ഛർദ്ദിലിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും പാലത്തിന്റെ ഇരുമ്പഴികളിൽ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അത് കഴിക്കാൻ ഉടനെ വേണ്ട ഏർപ്പാട് ചെയ്യും. ഈ പഞ്ചായത്ത് ചീഞ്ഞു നാറുകയാണ്. അധികാരത്തിന്റെ മത്ത് പിടിച്ച അന്ധനായ പ്രസിഡന്റ് ഈ നാടിനെ കുട്ടിച്ചോറാക്കും. ഞാൻ ഇദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടുന്നു. ഇതെന്താ വെള്ളരിക്കപ്പെടണമാണോ? ഇയാൾ പറഞ്ഞോളെ രാജിവെച്ച് ഇറങ്ങിപ്പോവാൻ. ഇറങ്ങിപ്പോയില്ലെങ്കിൽ ജനങ്ങളകത്ത് കയറി വയസ്സിനെ പിടിച്ച് പുറത്താക്കും. ആവശ്യപ്പെടുന്നു. പാലത്തിന്റെ വിശദമായ ചർച്ച ഇനി ആവശ്യമില്ല. അജണ്ടയിലെ അടുത്ത ഇനത്തിലേക്ക് പ്രവേശിക്കാം. വിധവാ പെൻഷൻ. വിധവാ പെൻഷൻ. അവന്റെ അച്ഛയുടെ വിധവാ പെൻഷൻ. ഇരുന്നില്ലെങ്കിൽ നീ എന്തോ മൂത്താനാണ്. മെമ്പർ അന്തസ്സായിട്ട് സംസാരിക്കണം. പഞ്ചവടി രാഹേലിന്റെ അന്തസ് നാട്ടുകാർക്കൊക്കെ അറിയാം. അവനെ ചെരുപ്പൂരി അടിവാകാനെ എന്നാ അടിക്കാനെങ്കിൽ വാഴ. എന്റെ പെൻഷന്റെ കാര്യം എന്താ തീരുമാനിച്ച സാറേ? ഓണത്തിന്റെ കുട്ടിവെച്ചോണം തീരുമാനം അറിയിക്കാം. അങ്ങനെ പോവല്ലേ സാറേ? എന്റെ പൂതനെ നിന്റെ പെൻഷൻ കടലാസ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴായി ബഹളം അത്രയും ഉണ്ടായത്. നീ ഇപ്പൊ അടുത്ത മീറ്റിംഗിന് തീരുമാനമാക്കി തരാം. ഓടല്ലേ സാറേ?